രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് അഹസ്യായുടെ അമ്മ അത്താലിയ മകൻ മരിച്ചുവെന്ന് കേട്ടപ്പോൾ രാജകുടുംബത്തെ സമൂലം നശിപ്പിച്ചു. എന്നാൽ അസഹിയായുടെ സഹോദരിയും യോറാം രാജാവിൻ്റെ പുത്രിയുമായ യഹോശേബ രാജകുമാരന്മാർ മതിക്കപ്പെടുന്നതിനു മുമ്പ് അസഹിയായുടെ പുത്രൻ യോദാവാഷിനെ ധാത്രിയോടൊപ്പം കിടക്കറയിൽ ഒളിപ്പിച്ചു. അങ്ങനെ അവൻ വധിക്കപ്പെട്ടില്ല. അത്താലിയായുടെ 6 കൊല്ലത്തെ ഭരണകാലം അത്രയും അവൻ കർത്താവിൻ്റെ ഭവനത്തിൽ ധാത്രിയോടെ ഒളിവിൽ വസിച്ചു. 7-ാം വർഷം യഹോയാദ കെരത്യരുടെയും അംഗരക്ഷകരുടെയും നായകന്മാരെ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് വിളിപ്പിച്ചു. അവിടെ അവൻ അവരെ കൊണ്ട് സത്യം ചെയ്യിക്കുകയും അവരുമായി ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്തു. അനന്തരം അവൻ രാജകുമാരനെ അവർക്ക് കാണിച്ചു കൊടുത്തു. നായകന്മാർ പുരോഹിതൻ യഹോയാദയുടെ കൽപ്പനമനുസരിച്ച് അവർ സാപത്തിൽ തവണ വന്നവരും വിട്ടവരുമായ തങ്ങളുടെ സൈന്യത്തെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരോഹിതന്മാർ കർത്താവിൻ്റെ ഭവനത്തിൽ സൂക്ഷിച്ചിരുന്ന ദാവീദ് രാജാവിൻ്റെ കുന്തങ്ങളും പരിചകളും നായകന്മാരെ ഏൽപ്പിച്ചു. കാവൽഭടന്മാർ ആയുധധാരികളായി തെക്ക് വശം മുതൽ വടക്ക് വശം വരെ ബലിപീഠത്തിനും ആലയത്തിനും ചുറ്റും നിലകൊണ്ടു. അനന്തരം അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്നു. കിരീടമണിയിച്ച് അധികാരപത്രവും നൽകി. അവർ രാജാവായി പ്രഖ്യാപിച്ച് അഭിഷേകം ചെയ്തു. അവർ കരഘോഷത്തോടെ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് ഉദ്ഘോഷിച്ചു. കർത്താവിൻ്റെ ആലയത്തിൽ ജനത്തിൻ്റെയും കാവൽക്കാരുടെയും ശബ്ദം കേട്ട് അത്താലിയ അങ്ങോട്ട് ചെന്നു. രാജാവ് ആചാരമനുസരിച്ച് തൂണിൻ്റെ സമീപം നിൽക്കുന്നത് അവൾ കണ്ടു. സേനാനായകന്മാരും കാഹളം മുഴക്കുന്നവരും രാജാവിൻ്റെ അടുത്ത് നിന്നിരുന്നു. ജനങ്ങളെല്ലാം ആനന്ദഭരിതരായി കാഹളം മുഴക്കിക്കൊണ്ടിരുന്നു. അത്താലിയ വസ്ത്രം കീറി രാജദ്രോഹം രാജദ്രോഹം എന്ന് വിളിച്ചു പറഞ്ഞു. പുരോഹിതന്മാർ യഹോയാദ സേനാപതികളോട് കൽപ്പിച്ചു, അവളെ സൈന്യങ്ങളുടെ നിരകളുടെ ഇടയിലൂടെ പുറത്തു കൊണ്ടുവരുവിൻ. അവളുടെ പക്ഷം ചേരുന്നതുവരെ വാളിനിരയാക്കുവിൻ. ദേവാലയത്തിൽ വെച്ച് അവളെ വധിക്കരുത്. അവർ അവളെ പിടിച്ച് കൊട്ടാരത്തിൻ്റെ അശ്വകവാടത്തിങ്കൽ കൊണ്ടുവന്നു അവിടെ വച്ച് വധിച്ചു. തങ്ങൾ കർത്താവിൻ്റെ ജനം ആയിരിക്കും എന്ന് രാജാവിനെയും ജനത്തെയും കൊണ്ട് കർത്താവുമായി യഹോയാദ ഉടമ്പടി ചെയ്യിപ്പിച്ചു. രാജാവും ജനവും തമ്മിലുള്ള ഉടമ്പടി ചെയ്യിപ്പിച്ചു. ദേശത്തെ ജനം ഒരുമിച്ച് ബാൽഭവനത്തിൽ കടന്ന് അത് തകർത്തു. ബലിപീഠവും വിഗ്രഹങ്ങളും തുടച്ചു നീക്കുകയും ബാലിൻ്റെ പുരോഹിതൻ മത്താനെ ബലിപീഠത്തിനു മുൻപിൽ വെച്ച് കൊല്ലുകയും ചെയ്തു. അനന്തരം പുരോഹിതൻ കർത്താവിൻ്റെ ഭവനം സൂക്ഷിക്കാൻ കാവൽക്കാരെ ഏർപ്പെടുത്തി. ജനം ആഹ്ലാദഭരിതരായി. കൊട്ടാരത്തിൽ വച്ച് അത്താലിയ വധിക്കപ്പെട്ടപ്പോൾ നഗരം ശാന്തമായി. കർത്താവിൻ്റെ വചനം.